ആളില്ലേ ചേച്ചേ ചേച്ചി. പ്രിയ പ്രേക്ഷകർക്ക് ഓ മൈ ഗോഡിലേക്ക് സ്വാഗതം. ഭാര്യയെ പറ്റിക്കാൻ ഒരു കഥ മെനഞ്ഞ് കാത്തിരിക്കുകയാണ് ഭർത്താവ്. ഒരാൾ കൊടുത്തുവിട്ട ചക്കകൾ പരിചയമില്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടുപോയതിന്റെ പേരിൽ വലിയ പൊല്ലാപ്പായി മാറുന്നു. ആളില്ലേ? ഈ സംഭവം കൊണ്ടുചെന്നെത്തിക്കുന്നത് ഭർത്താവ് ഒളിഞ്ഞു നോക്കിയെന്ന അപവാദത്തിലേക്കാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് ഈ വഴി ഇട്ടായി. സതിയായി സതേ സതിയായി നീരാത്തുണ്ടായിരുന്ന ചേട്ടാ ഞാൻ കുളിച്ചോണ്ടിരുന്നത് വന്ന് എത്തി നോക്കി. ഈ അപവാദ കഥയുടെ പേരിൽ ഭർത്താവിനെ ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യും? കാണാം പ്രാങ്ക് കണി ഒരുക്കിയ വേറിട്ട കഥ. വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് സ്ഥലവും പറഞ്ഞോളൂ. എനിക്ക് സ്ഥലം അറിയാലോ. അണ്ണ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടാണല്ലോ. നീ എവിടെ വയ്ക്കുന്നേ? ഞാൻ വീട്ടിൽ നിൽക്കുന്നു. ഞാൻ പിന്നെ എവിടെ വയ്ക്കുന്നത്? ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു വണ്ടി, എൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലൈൻറ്റ്, ഒരു വണ്ടി പറഞ്ഞു വിടും. ഇങ്ങോട്ട് കയറി വരുമോ? റെഡിയായി ഇങ്ങനെ മുകളിലോട്ടോ അവിടെ ഒരു വണ്ടി വരും. എവിടെ റെഡി വരെ? റെഡിയായി അവിടെ ഒരു റോട്ടിലോട്ട് കയറി അവിടെ ഒരു വണ്ടി വരും. അതിൽ കയറി വന്നാൽ ഒരു ഓട്ടോ ഞാൻ പറഞ്ഞു വിടാം. ഇവിടെ 6 ഇപ്പോഴാ? ഓ നിനക്ക് നേരത്തെ പറഞ്ഞൂടെ കുളിച്ചിറങ്ങി നിൽക്കേ? കുളിക്കാനൊന്നും വേണ്ട, ഞാൻ റെഡിയായി വന്നാൽ മതി. പിന്നെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ശരി ശരി. ഹലോ, എന്താടാ കൃഷ്ണ? ഒരു വണ്ടി വിളിച്ചോണ്ട് എൻ്റെ വൈഫിനെ ഒന്ന് ഇവിടെ വിളിച്ചോണ്ട് ഒരു അത്യാവശ്യം. എന്താടാ പ്രശ്നം? എന്തോന്ന്? പ്രശ്നമൊന്നുമില്ല, ഇവിടെ കൊണ്ടുവന്നാൽ മതി. വിളിച്ചോണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകും. ഓ ശരി ശരി ശരി. ജനങ്ങളുമായിട്ട് ആൾക്കാരുമായിട്ട് ഒരു അല്പ സമ്പർക്കമുള്ള ഈ ഡ്രൈവർമാർ, നീ അതിൻ്റെ വരെ കൊടുക്കണ്ട. ഞാൻ ആ ജോലി ചെയ്യണോ? അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റുന്ന എങ്ങനെയാണ്? അബദ്ധം എൻ്റെ ഭാര്യ കുളിച്ചോടുന്നിടത്ത് വന്ന് എത്തി നോക്കണം. എൻ്റെ അബദ്ധം തന്നെ. നീ എന്ത് കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വേണത്? നീ മനസ്സിലാവില്ല. നീ എന്ത് കാര്യമാണ് വേണത്? ഇതെന്നെ വൈഫ് തന്നെ. സോറി, എന്ത് പേരെന്തോന്നു? സോറി, ഇങ്ങോട്ടേക്ക് അവൻ്റെ മൂത്ത് നോക്കി 2 വർത്തമാനം വേണം. പിന്നെ ഞാനിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. സൗകര്യം കേൾക്കണം. ഞാൻ ഡ്രൈവറാണ്, കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇവിടെ ഈ 2 ചക്ക കൊണ്ട് വന്നു. എന്ത് കാര്യത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. കുളിച്ചോണ്ടിരിക്കുന്നു, വന്ന് എത്തി നോക്കി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് അവിടെ നിന്ന് എത്തി നോക്കുന്നത്. ഞാൻ ഇന്നലെ നൈറ്റ് പോയതാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 11:45 ഇവിടെ വന്നതാണ്. വന്ന വഴിക്ക് വന്നപ്പോൾ ഈ ചക്കയും കൊണ്ട് ഞാൻ അവിടെ നിന്ന് ചക്ക എനിക്കറിയില്ല. ഈ വീടിൻ്റെ അപ്പുറമുള്ള ഇപ്പുറമുള്ള ആൾക്കാരെ അവർക്കറിയില്ല. ചോദിച്ചപ്പോൾ അത് ചന്ദ്രൻ പറഞ്ഞു ഇവിടെ ചക്ക കൊണ്ട് തരാം. നമ്മുടെ ഒരു ചന്ദ്രനെ അറിഞ്ഞൂടെ, നമുക്കിവിടെ ചക്കയുടെ ആവശ്യമില്ല. അത്യാവശ്യമായിട്ടൊരു സംഗതി വന്നു. ചേട്ടാ എന്തോന്ന് ചേട്ടാ ഇത്? അത് മുഖത്തിന്റെ മുഖത്ത് പിന്നെ കൈ വയ്ക്കൂലേ? എന്തോന്ന് ചേട്ടാ ഇത്? ഞാൻ ഇവിടെ ആളനക്കമില്ലാത്തോണ്ടോ നോക്കിയെന്ന്. വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ആളനക്കോ ഇല്ലേ? സൗകര്യം ഞാൻ ഒരു കാര്യം കൂട്ടാ. വീട്ടിൽ ആളിനെ നോക്കണ സ്കൂൾ വീട്ടിനകത്താ. നിങ്ങൾ വീട്ടിൽ എന്തോന്ന് ചേട്ടാ? 1/2 മണിക്കൂർ എന്റെ അടുത്ത് വരാതെ പറഞ്ഞല്ലേ? ഫോൺ പിടിച്ചു വാങ്ങിച്ചു നിങ്ങളെ വീട്ടിൽ ഞാൻ വന്നിട്ട് വീട്ടിൽ ആളിൽ നിങ്ങൾ കുളിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ സഹിക്കോ? എവൻ സഹിക്കോ? ചേട്ടാ എന്തോന്ന് ചേട്ടാ ഇത്? ചേട്ടാ അങ്ങോട്ട് കാര്യം പറ. അവളടുത്ത് സംസാരിക്കും. അവളോട് കേൾക്കണമല്ലോ. ചേട്ടന്മാരെ എന്തോന്ന് ചേട്ടൻ? ഞാൻ ഇവിടെ ചക്ക കൊണ്ടുവന്നേ. നിങ്ങളെ വിളിച്ചെടുത്തേന്ന് വെച്ചാൽ അറിയണം. ഭർത്താവ് ഇങ്ങനത്തെ വേലത്തരങ്ങൾ കാണിക്കുക. എന്തോന്നിത്? ഒരു വീട്ടിൽ വന്ന് ഇങ്ങനത്തെ വേലത്തരമാണോ കാണിക്കേണ്ടത്? അയ്യോ, അവരെ ഞാനാണ് നിങ്ങളെ കൊണ്ട് ഇവരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് ഞാൻ അവൻ്റെ ഫോൺ ഇരിക്കുക. നിങ്ങൾ ഇവിടെ വേല തൊണ്ട് നോക്കി. സൗകര്യം എനിക്കൊരു സൗകര്യമുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞോണ്ട് നോക്കി. കാര്യമാണല്ലോ. ചേട്ടാ ഇങ്ങോട്ട് പാട്ടോ. നിങ്ങൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കരയുന്നെന്തിന്? ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണ് കള്ളന്മാരെ കണക്ക് കുനിഞ്ഞിപ്പം നിൽക്കുന്നു. ഇതൊന്നും അല്ലായിരുന്നല്ലോ ഡയലോഗ് ചോദിച്ചപ്പോഴ്. എന്തിനും കാര്യമൊന്നും പറ. എൻ്റെ അടുത്ത് കാര്യം ഒരാൾ വിളിച്ചിവിടെ ചക്ക കൊണ്ടുവയ്ക്കാം.
ആരാ ചക്ക ഉണ്ടാക്കാം ഞാൻ അവന്റെ പേരോടാ ഞാൻ ഇവിടെ വന്ന് ഇവന്റെ പേരെന്തോന്നു അവന്റെ പേരെന്തോന്നു പേരെന്തോന്നേ നീ അനിയെന്നാണ് പറഞ്ഞു ഉള്ളത് തന്നെ എന്റെ പേര് അനിയൻ തന്നെ ഞാനി ഇപ്പൊ ഓട്ടോ ഡ്രൈവർ തന്നെ ഇത് രണ്ടും പറഞ്ഞു ഈ ചന്ദ്രൻ ആരാണ് എനിക്ക് അറിഞ്ഞൂടാ ഒരു ചന്ദ്രൻ ആരാണ് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ അവന്റെ ചോദിക്കും ചന്ദ്രൻ ആരാണ് ആദ്യം പറഞ്ഞു ചന്ദ്രഹാരി അങ്ങപ്പുറത്തുള്ള ചന്ദ്രൻ ചന്ദ്രനെ പറഞ്ഞോളൂ പിന്നെ അവനെ വിളിച്ച് പറ ചോര് ഇങ്ങനെ ഇവിടെ ഇല്ല ഇത് ചുമ്മാ കള്ളത്തരം പറയാണ് വൃത്തിയോടെ കാണിച്ചിട്ട് ചേട്ടാ സത്യം പറഞ്ഞ എന്റെ തലയിലെടുത്തത് നമുക്കൊരു മോണ്ട് ചേട്ടൻ സത്യം ചെയ്യില്ല ഞാൻ എന്തെങ്കിലും ചെയ്യും ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും സത്യം പറ എന്റെ അടുത്ത് നീ സത്യം പറ ഈ പറയാൻ പോലെ ഞാൻ ചക്ക കൊണ്ടൊന്നും വേറെ ഒന്നും ചെയ്തില്ലെന്ന് മനസാക്ഷിയുള്ള കൊച്ചു അറിയാ ഇവിടെ കിടന്ന് വിളിച്ചിട്ട് ആരെ കളാതൊട്ടെ എന്റെ മുഖം എനിക്കൊരു സഹോദരി ഉള്ളതാണ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാനോട് സംസാരിക്കുന്നത് ചന്ദ്രനെ വിളി മനേക്ക് വിളി ഫോണിൽ വിളി അവനെ വിളി ചന്ദ്രൻ ചന്ദ്രനെ വിളി അവനാണെന്ന് വിളി എനിക്ക് അവനെ കാണണം വിളി അവനെ. ഇത്ര ഇതാണ് തങ്കപ്പെട്ട ഒരു കൊച്ച് ഇത്രയും തങ്കപ്പെട്ട ഒരു കൊച്ചു വെച്ചിട്ടാണ് നീ ഈ പോക്കത്ര കാണിക്കണേ എന്റെ 8 വർഷം കൊണ്ട് ചേട്ടാ ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് അവരെ വിളി എനിക്ക് കാണണം എനിക്ക് ഫോൺ നിർത്തുന്നുണ്ട് ഇങ്ങനത്തെ വേല കാണിച്ചത് ഒരു ഞരമ്പ് രോഗിയായിട്ട് തന്നെ ഈ കുളിക്കുന്നിടത്ത് വന്ന് എത്തി നോക്കിയത് അവൻ വിളിച്ച് ഞാൻ 2-3 വട്ടം വിളി കേട്ടില്ല അവൻ ഇനി വന്ന് കയറേണ്ട കാര്യം എന്തോന്ന് ചേച്ചി 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 നീ ഇവിടെ ഉണ്ടായിരുന്നാ നമ്മള് സിറ്റി പോവാൻ വേണ്ടിട്ട് ഞാൻ ചേച്ചി ഇതുവരെ കുളിച്ച് തീർന്നില്ലേ കുളിക്കാൻ സമ്മതിക്കണ്ടേ സോറി ഇവിടെ എത്തി നോട്ടം പെമ്പിളെല്ലാം വന്ന് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടിറങ്ങി ഏവനാ എന്തോ ചക്ക കൊണ്ടുവന്നേക്കുന്നു 2 ചക്കയായിട്ട് അതും കൊത്ത ചക്ക നീ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇയാൾക്ക് എന്ത് ജോലി വണ്ടി ഓട്ടോ ഡ്രൈവർ എന്നാണ് പറഞ്ഞത് ഓട്ടോ ഡ്രൈവർ ഇയാളുടെ വണ്ടി നമ്പർ പറ 43-38 തന്നെ ഇയാളല്ലേ കഴിഞ്ഞ ആഴ്ച ഒരു ചക്കയും കൊണ്ട് അവിടെ വന്നത് ചക്കയോ കൊലയോ കൊണ്ട് എന്തോ വന്നത് അപ്പൊ നിനക്ക് ചക്ക ബിസിനസ് കൊല ബിസിനസ് കൊണ്ടുവന്നിട്ട് എന്റെ റൂമിന്റെ ജനലിൽ വഴി നോക്കി ഞാൻ തുണി മാറിക്കൊണ്ടിരിക്കുന്നു ഇയാൾ ഓടിപ്പോയി ഓട്ടോ എടുത്തോണ്ട് എന്റെ ഫോട്ടോ ഉണ്ട് ഇതാ നോക്ക് ഫോട്ടോ വണ്ടി തന്നെ തന്നെ ഇത് തന്നെ നീ കരയാതെ കാര്യം പറ വെച്ചേ എന്താണ് സംഭവിച്ചത് ചേച്ചി ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നു ഇത് തന്നെ ഇത് നിങ്ങൾ പറ ഇത് തന്നെ വണ്ടി എനിക്ക് സത്യം പറ എന്റെ അടുത്ത് പറ എന്തിനടുത്ത് പറ എന്റെ കൊല്ലി അടിക്കാതെ പറയല്ലേ ദേഹത്തിട്ട് അടിക്കാതെ കൊല്ലി നീ മാമനെ വിളിച്ചോ മാമനെ വിളിച്ചു മാമൻ വയസ്സായി അവരോട് ഒന്നും ഞാൻ സംസാരിച്ച് ശരിയാവില്ല ഇവൻ ഇനി ഞാൻ കൈവച്ച് ശരിയാവില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ഇവിടെ വന്ന് കാണിച്ചു ഞാവരെന്ന് പറ എനിക്ക് അവരെ കാട്ട് ഞാവരെന്ന് പറ ചന്ദ്രനാടാ ഇതപ്പുറത്തുള്ള ചന്ദ്രൻ വീട്ടിൽ പോവാ ചന്ദ്രൻ പറട്ട് എന്താ വിറക് വെട്ടി കീറാനും സമ്മതിക്കുന്നില്ല എന്താ റെഡി ഡേ എവിടെ മാമ ഇത് ആരെ നോക്ക് എന്താ ഇവിടെ വേറെ എന്താണ് എന്താടാ സംഭവം എന്തൊരു വെച്ചാക്കളാ എന്താ വെച്ചാടാ നീ ഇവ ആര്യത് ഇതാ ഇവൻ തന്നെ ഇവിടെ ഞാൻ ഇവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ഇവള് കുളിച്ചോണ്ടിരിക്കും കേക്കട്ടെ തന്നെ ഇവൾ കുളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തി നോക്കണം ഈ 2 ചക്കയും കൊണ്ടുവന്ന് ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഇവള് കുളിക്കണത്ത് എത്തി നോക്കിക്കണം നീ ചക്ക വേണമെന്ന് പറഞ്ഞു കാണും അല്ലാതെ അവ എന്തിനു കൊണ്ടുവന്നത് നമുക്ക് ഇവിടെ എന്തിനും ചക്ക ഇവിടെ നിറയെ പ്ലാവില്ലേ ഞാൻ ചോദിക്കട്ട് നിനക്ക് ചക്ക വേണ്ടാത്ത ഈ വീട്ടിൽ എവ എന്തിനു ചക്ക കൊണ്ടുവന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കാത്തത് നിങ്ങളെ വീട്ടിൽ കൊല കൊണ്ടുവന്നതാ ഒരാഴ്ച മുന്നേ കൊല കൊണ്ടുവന്ന നമ്മൾ പറയുന്നു ഓ ഇവനാണത് നമ്മൾ ഓട്ടോയിൽ ഫോട്ടോ എടുത്ത ആള് ഇവൻ ഇത് തന്നെ പരിപാടി ഒന്നും ചെയ്യൂല നിന്നെ ആരടാ ഇങ്ങോട്ട് വിളിച്ചു ചേട്ടാ ചന്ദ്ര എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ ചക്ക കൊണ്ടുവരാം സമാധാനം കൊല കൊണ്ടുവരാൻ അയാളാ പറഞ്ഞു കൊല കൊണ്ടുവരാൻ പറഞ്ഞു ഈ എന്റെ മരുമോൾ എവിടെ കൊണ്ടുവന്നത് കൊല അത് ജീവൻ തന്നെ പറഞ്ഞത് ഓ ചന്ദ്രൻ അപ്പൊ നിനക്ക് നിന്നെ ആരോ കുഴപ്പിക്കാനുണ്ട് ചന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലടാ അവന്റെ നമ്പർ അവനെ സ്വിച്ച് ഓഫ് വിളിച്ചപ്പോ നെല്ല്
നീ ഏത് ചന്ദ്രനാ പറഞ്ഞത്? ചന്ദ്രയും ഇവിടെ ഒരു ചന്ദ്രനുണ്ട്. നമ്മളെ കൊറ്റാമത്തുള്ള ഓ ആ ചന്ദ്രൻ തന്നെ. ചന്ദ്രന് വന്നു കഴിഞ്ഞാൽ അവനെ ഒന്ന് ഈ മോളടിക്കുക, അല്ലെങ്കിൽ ഞാൻ അടിക്കും. പറഞ്ഞു മനസ്സിലായാ? നീ ഇങ്ങോട്ട് വാ. നീ ഡ്രസ്സ് മാറിയാ? ഡ്രസ്സ് മാറട്ടെ, ഡ്രസ്സ് മാറട്ടെ. നോക്കാം നോക്കാം. ചന്ദ്രനെ ഞാൻ വിളിച്ചു നോക്കട്ടെ. ചേച്ചി ഇത് എടാ, കൊറ്റാമത്തുള്ള ചന്ദ്രൻ തന്നെ. ചിലപ്പോ ഞാൻ പറയുന്ന ചന്ദ്രനല്ല. നില്ല, ഞാൻ പറയാം. നില്ലേ നിന്റെ ചന്ദ്രനൊക്കെ തരാം. ചന്ദ്രനാടാ. നില്ലേ ലൗഡ് സ്പീക്കറാ. നില്ല്. എടാ നില്ല്. എടാ ചോര് കരയാ. നീ കാര്യം ചോര്. ഹലോ, ചന്ദ്രനാണെന്ന് ചോര്. അവിടെ നിന്നോ. ലൗഡ് സ്പീക്കർ. ഹലോ, ചന്ദ്രനാണോ? കൃഷ്ണ ഇത് ഒരു ചക്ക വല്ലതും കൊടുത്തിട്ടുണ്ടായിരുന്നോ? എടാ, അപ്പൊ നീ ആണല്ലേടാ ഇതിന്റെ ആള്. എടാ പട്ടി, കുടുംബത്തിലൊക്കെ നോക്കില്ലടാ, കള്ള ചേട്ടൻ ഒരാൾ പോലും പറഞ്ഞിട്ടില്ലടാ പട്ടി. എടാ, ഇവര് കേസ് കൊടുക്കാൻ പോവുകയാണ്, മാനം കെടുത്താനായിട്ട്. ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. ദീപം വേണമെങ്കിൽ വരാൻ പറ. മര്യാദക്ക് വന്നില്ലെങ്കിൽ നിന്നെ വെട്ടി ഇവിടെ തുണ്ടാക്കും. മര്യാദക്ക് ഞാൻ രാജസേനാണ്. എന്റെ രാജസേന്റെ വീണ്ടും ഇപ്പുറത്തുള്ള എന്റെ ചെറുക്കനെ അറിയാമോ? രാജസേന നിന്റെ അപ്പൂപ്പ എന്നെ കൊണ്ട് പറയും. എന്റെ ചേട്ടനെ നീ വിളിച്ച് ഇത്രയും കള്ളത്തിന് ജീവിപ്പിച്ചത് ദുഷ്ട പരമ നാറി. നീ ഈ ചെറ്റത്തിനെ കാണിക്കണ്ടായിരുന്നു എന്റെ കുടുംബത്തിന്. അവരെന്താ അവനടുത്ത് വരാൻ പറ, മര്യാദക്ക് വരാൻ പറയാ. എന്റെ ഇങ്ങോട്ട് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 10 വരെ എണ്ണുന്നതിനകത്ത് വന്നാലേ വിടുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, വിട്ട് ഇയാൾ എന്തിനു എത്തി നോക്കി? ഇയാൾ എന്തിനു കുളിമുറിയിൽ എത്തി നോക്കി? ഈ കൊച്ചിന്റെ തലയിൽ അടിച്ച് ആണയിട്ട് പറയടാ. നീ എത്തി നോക്കിയാടാ. എന്റെ റൂമിൽ കയറി നോക്കി. ഞാൻ ഇവിടെ വിളിച്ചിട്ട് ആരെയും കണ്ടില്ല. ഇവിടെ കിടന്ന് വിളിച്ചിട്ട് ആരെയും കണ്ടില്ല. ആരെയും കണ്ടില്ല. വീഡിയോ എടുത്താൽ അപ്പോഴാണ് ഈ ശബ്ദം കേട്ട് ചേട്ടൻ പിടിച്ചു. നില്ല. ഇനി യവൻ നോക്ക്, ഈ ചെറുക്കനെ മറ്റവൻ കുഴപ്പിക്കുന്നതാണ്. മനസ്സിലായ? അവന് ഈ പെണ്ണിനെ കാണണമെന്ന് തോന്നി, അവൻ ഇവന്റെ പേര് നിനക്ക് പൈസ ഇട്ടുകൊണ്ട് നീ എന്തിന് നീ ആ പൈസ വാങ്ങിക്കണം, അവനെ കൊണ്ടുവരണം. ഇനി എനിക്ക് ചക്കാൻ പറ്റില്ല, മാങ്ങാൻ പറ്റില്ല പറയുന്നത്. വീട്ടിൽ വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ അവിടെ നോക്കിയതാ? മാമ എന്റെ കണ്ണി കണ്ടോണ്ടാണ് ഞാൻ വന്നപ്പോ. കണ്ണി കണ്ട കാര്യമല്ലേ? നിക്ക് നീ വാ മോളെ, നീ ഇങ്ങോട്ടോ. നീ പോവരുത്, അവൻ പറയട്ടെ. നോക്കിയാണ് ചന്ദ്രൻ വന്നാ വിടലും. ഇങ്ങോട്ടോ, ചന്ദ്രൻ ഉണ്ടല്ലോ, ചന്ദ്രൻ ഇവൻ ഞാൻ കൊണ്ടുവന്നു ഇവിടെ വിളിച്ചിട്ടൊന്നും ഒരനക്കവും ഇല്ല. എന്നിട്ട് ഞാൻ അതാണ്ട് ഇവിടെ ജന്നൽ വഴിയൊക്കെ നോക്കിയിട്ട് ആര് കുളിക്കണമെന്ന് ഞാൻ കണ്ട. ഇവിടെ ശബ്ദം കേട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീ ഒന്ന് കുളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെയൊക്കെ വിളിച്ചിട്ട് ആരും അല്ലെങ്കിൽ ഒരു വിളി കേട്ടില്ല. അവിടെയും പോയി ഇതുപോലെ വിളിച്ച് ജന്നൽ വഴി നോക്കിയത്. ആ വട്ടി ചാണ്ട് നമ്മളെ കുടുംബം തുറക്കാൻ നോക്കിയല്ലാണ്ട് എനിക്കറിഞ്ഞു. കരഞ്ഞിട്ട് കാര്യമുണ്ട്. ഇത് ഇവിടുന്ന് പോകേണ്ട വഴി നോക്ക്. ഇവിടുന്ന് പോകേണ്ട അവിടുത്തെ പറ. അവർ അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ കാല് പിടിക്കാന്ന് ഞാൻ വന്നല്ല എന്തോന്ന് വിളിക്കണം. പിന്നെ ശരിയാ, ഞാൻ വിളിക്കാം. വെറുതെ അല്ലെങ്കിൽ റെഡിയാക്കി ഞാൻ ചേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറയുന്ന ഒരു പ്രാവശ്യം അവിടെ ഞാൻ ജന്നൽ വഴിയല്ലേ. ചന്ദ്രൻ അനിന്ന് വിളിക്കണം. ചന്ദ്രൻ, എടാ നീയാടാ ഈ പണി ഇവിടെ അത്രയും ഈ കൊച്ചിന്റെ നീയാണോ ചന്ദ്രൻ? നിങ്ങളല്ലേ എന്റെ ചേട്ടൻ അങ്ങനെ ജോലിക്ക് നിങ്ങളല്ലേ എന്റെ ചേട്ടൻ തിരുവനന്തപുരത്ത് ജോലിക്ക് പറഞ്ഞു വിട്ടു. ഇതിനാണ് മാമ പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്താണ് കാണിച്ചത്? എന്റെ ചേട്ടൻ ഇന്ത്യ വരെ ഒരാളെ പോലും ഓട്ടം പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പറ, എന്റെ അടുത്ത് പറ.
മാമ എനിക്ക് കൊച്ചുണ്ട് നിങ്ങൾ പറ നിങ്ങൾ എന്തിനാണ് പിന്നെ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞ അരമണിക്കൂർ ഒരു കാര്യമുണ്ട്, നിന്റെ പേര് ചന്ദ്രൻ തന്നെ. ചന്ദ്രൻ തന്നെ ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു മാമ. ഈ ചതി എന്റെ അടുത്ത് കാണിക്കണ്ടായിരുന്നു. 8 വർഷം ഞാൻ ഈ ചേട്ടനോട് തൊട്ട് ഇതേ വരെ ചേട്ടൻ ഇങ്ങനെ ഒരു ചീത്ത പേര് ഞാൻ കേട്ടിട്ടില്ല. ദ്രോഹി ചേട്ടൻ എത്ര പോയിട്ടുണ്ടെന്ന് അറിയുമ്പോ എല്ലാരും ചേട്ടനെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഞാൻ ഈ ചീത്ത പേര് ഞാൻ കേൾക്കണത്? നിങ്ങളായിട്ട് നിങ്ങളെ സ്വന്തം മാമാന്ന് വിളിച്ചില്ല ആ കൊച്ച്. ഇത്ര സ്നേഹത്തിന് ഈ പൊടി കൊച്ചിനെ ഈ കൊച്ചിന്റെ മുഖത്തൊക്കെ നിനക്ക് എങ്ങനെ ചെയ്യാം? 5 വയസ്സ് ഒരു ആൺകൊച്ചുണ്ട്. അതിനെ കൂടെ നിങ്ങൾ വാർത്തില്ലല്ലോ. നിങ്ങൾ എന്നിട്ടാണ് എന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്. നിനക്ക് എന്നും വേണ്ട ഈ ചക്ക ബിസിനസ് കൂടെ പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പണ്ട് കുളിസിയും കണ്ട നിന്റെ സഹോദരി കുളിസിയും കണ്ട യവന മരത്തിൽ കെട്ടിയിട്ട് അടിച്ചാണ്. എന്റെ ചേട്ടൻ ഇത്രയും നിങ്ങൾ കൂട്ടായിട്ട് നിന്നിട്ട് നിങ്ങൾ ഈ ചതി എന്റെ ചേട്ടനോട് നിങ്ങൾ ചെയ്യേണ്ടിരുന്നു. ഈ മുഖം കണ്ടാ നിങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒറ്റ കാരണം തന്നെ നിങ്ങൾ ഒറ്റ കാരണം ഇന്നേ വരെ എന്റെ ചേട്ടൻ ദേഹത്ത് ആരും തൊട്ടിട്ടില്ല. നിങ്ങൾ ഒറ്റ എന്റെ ചേട്ടൻ ഈ ചെയ്ത് വെച്ചത്. എങ്കിലും അവനല്ലേ വന്ന് എത്തി നോക്കിയത് കുളിച്ചോണ്ടിരുന്നത്. എടാ നീ എത്തി നോക്കിയ ചക്ക കൊണ്ട് അവിടെ ഇട്ടോ, എന്തിന് ഇവിടെ വന്ന് എത്തി നോക്കി? അതാണ് എന്റെ ചോദ്യം. ഇത് കൊടുത്ത സഹോദരി അവനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. എന്നാ ഉണ്ടല്ലോ ഇനി മേലെ ഇവന്റെ ഫോൺ എടുക്കുകയോ വിളിക്കുകയോ ചെയ്ത ചേട്ടൻ നോക്കിയോ ഇങ്ങോട്ട് വാങ്ങി സഹോദരി ഞാൻ ഒരു കേട്ടിടോ വിട്ടിരിക്കാൻ പറ്റൂല. കേട്ടുള്ളൂ, കാരണം ഇവരാണ് കണ്ടത്. ഞാൻ ചോദിക്കുന്നത്, എടാ നീ ചക്ക കൊണ്ടു കൊടുത്തിട്ട് പോണോ വേണ്ടേ? നീ എന്താടാ എത്തി നോക്കിയത് ഈ സഹോദരി കുളിച്ചോണ്ടിരുന്നപ്പോ? എല്ലാം വിളിച്ചിട്ട് കാണാത്തോണ്ടാണ് ഇതിനകത്ത് നോക്കി. ആണാത്തന്നെ കുളിക്കുന്നിടത്താണോ നോക്കേണ്ടത്? നീ അപ്പൊ കാണിച്ച തെമ്മാടുത്തരോ അല്ലേ? ചേട്ടൻ കുളിക്കുന്ന വിചാരിച്ച അപ്പൊ ഞാൻ കുളിക്കുന്നത് കാണാം അല്ലേടെ? നീ എന്തൊക്കെ എന്തെന്ന് പറഞ്ഞു വെച്ചാ എനിക്ക് അറിഞ്ഞൂടാ. നോക്കുവാ എത്തി. ശബ്ദം കേട്ടോണ്ടല്ലോ ഒന്ന് നോക്കിയത്. ശബ്ദം കേട്ടപ്പോ നീ കേട്ടിട്ടില്ല. ഇതൊക്കെ കൊണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഓടിയെങ്കിലും രക്ഷപ്പെട്ടു. ഞാൻ ശബ്ദം ഇവിടെ വിളിച്ചിട്ട് കാണാൻ ആളെനൊക്കെ എല്ലാം ഉണ്ടോ നോക്കിയത്. കണ്ട വീട്ടിൽ ചക്ക കൊണ്ട് കൊടുക്കണം. നിനക്ക് എന്തെന്റെ കുരു? നീ എന്താടാ ഇങ്ങോട്ട് നീങ്ങില്ല. നീ ഈ ദ്രോഹ കൊച്ചെടുത്ത് കാണിച്ചത് പോരാ, ഈ കൊച്ചിന്റെ മുമ്പ് നോക്കി മുഖത്ത് നോക്കി നീതള പറഞ്ഞു. വണ്ടി എടുത്ത് പറഞ്ഞു നിനക്ക് എന്നെ അറിയാമോ? ഞാൻ നിന്റെ ചേട്ടൻ അവിടെ കോട്ടം നിന്റെ മോശമായിട്ടല്ല പറഞ്ഞ കൊച്ചെ. ഇല്ല ഒന്നും ഇവൻ പറയും, ഇവനെ തോമച്ചാ അതും കാണിക്കും. ചേട്ടൻ എന്നിട്ടാണ് ഇവന്റെ കൂടെ എന്റെ വിഷയത്തോടെ പറഞ്ഞു വിട്ടത് ദൈവമേ. അയ്യേ മാനം. ഇതിപ്പോ യവന്റെ പറഞ്ഞു വിട്ടത് നിങ്ങള് എന്ത് വിശ്വത്തോടാ പറഞ്ഞു വിട്ടത്? ആ ആട്ടയില് ഈ കൊച്ചിനെ കൊണ്ട് പോയിരുന്നെങ്കിൽ ഈ പിഞ്ച് ഭാര്യയെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യായിരുന്നടാ? ചേട്ടൻ ഇവന്റെ കൂടെ എന്നെ പറഞ്ഞു വിട്ടത്. അയ്യോ ഒന്ന് വരൂ, അപ്പുറം ഇപ്പുറമുള്ള ആളുകൾ വിളിക്കണം. ഒന്ന് വന്നാണ്. ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ. എടാ നീ ഒറ്റ എടുത്തിട്ട് എന്റെ ചേട്ടൻ നീ വാങ്ങിച്ചു കൊടുത്തത് വീട്ടിൽ നിന്റെ കേസ് എടുക്കട്ടോ കാതിൽ പറ. പറഞ്ഞ കേട്ടാ യവര് രണ്ടും കൂടെ വെൽ പ്ലാൻ ആയിട്ട് ഇങ്ങനെ ഓരോടുത്ത് പോകും. യവൻ പറയും വേണ്ട വേണ്ട എന്റെ ഭാര്യയെ ചതിക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അവൻ പറഞ്ഞു അവരെന്നും അറിയില്ല, അവൾ അറിഞ്ഞ ചുക്ക മാത്രം, നമുക്ക് അവൾ അറിയാതെ. എടാ നീ 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 കേട്ടത് ഇത് പറഞ്ഞ കേട്ടോ. എടാ നീ ഒരു കുടുംബത്തെ കയറി ഈ ചതി ചെയ്യേണ്ടായിരുന്നു. പറഞ്ഞതോ? പറഞ്ഞത് നീ എന്താ ചേട്ടനെ പറഞ്ഞത്? മര്യാദക്ക് വീട്ടിൽ വന്നിട്ട് ഇതാ വന്നടേന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പോയ ചേട്ടൻ നീ എന്താടാ ചെയ്തത്? നീ എന്താടാ ചെയ്തത്? നീ എന്താടാ ചെയ്തത്? പറയടാ. നീ എന്താടാ ചെയ്തത്? ചേട്ടൻ ഒരു ചീത്ത പേര് കേട്ടിട്ടില്ല. പറയടാ പറയടാ എടാ പറയടാ. ഇനി ചേട്ടൻ ഇവനെ വിളിക്കേ വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് വീട്ടിൽ പോ. വേണ്ട പോ, എന്റെ ചേട്ടടുത്തൊന്നും പറയണ്ട. പോ എന്റെ ചേട്ടടുത്തൊന്നും വേണ്ട, ഇവ എന്റെ അടുത്തൊന്നും പറയണ്ട. നമുക്ക് വീട്ടിൽ പോവാ. ഇവനാണ് എന്നോട് കൂടുതൽ പ്രേരിപ്പിക്കുന്നത്.
എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യൂലെന്ന് എനിക്ക് ദൂരോട്ടറിയാം. നീ പോടാ ഇറങ്ങി. എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യൂലെന്ന് എനിക്കറിയാം. നീ പോടാ. നീ ഒരുത്തരാണ് എന്റെ ചേട്ടൻ ഇങ്ങനെ വഷളാക്കിയത്. എടാ ഞാൻ വന്നോറിന് വണ്ടിയെ മാറ്റിയതോ അതാണ്, ഇല്ലെങ്കിൽ ഒരു വണ്ടിയും കൂടെ പിടിച്ചു. വണ്ടിയും കൂടെ പിടിക്കാം. നിന്നെ ഞാൻ വെട്ടുവിടാ. വെട്ടി എന്റെ ചേട്ടനെയും കൂടെ ഇത്രയും ഇതാക്കി ഇട്ടിട്ട് നിന്നെ വെട്ടുവിടാ ഞാൻ. എന്തൊന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തിടെ ഇങ്ങനെ എന്തോന്ന് നീ എന്തിനു പറയണത്? എടാ നിനക്ക് കൊണ്ടാടാ ഒരു കുടുംബം. വേറെങ്ങോട്ട് എനിക്ക് പറയണ്ട അവൻ്റെ അടുത്ത്. വേണ്ട വിട്. നിനക്ക് കൊണ്ടാടാ ഒരു കുടുംബം. നീ ആ കുടുംബം നിന്റെ കുടുംബം നീ തുളയ്ക്കാൻ നോക്കൂടാ. അലവില്ലാ നീ. വേണ്ട എനിക്ക് കേക്കണ്ട. നീ പോ. ഇന്ത്യൻ്റെ അടുത്ത് മിണ്ടോ. നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് മിണ്ടി പോകരുത്. നീ പോ. നീ പോ. വേണ്ട ഇവരുടെ അടുത്തുള്ള ഒന്നും വേണ്ട. പോ. നിന്നെ കണ്ട ഫോണിൽ നിന്റെ കോള് കണ്ട. നിന്റെ കോൾ ഇനി വന്നാൽ ഈ സൗകര്യം നിന്നെ വെട്ടും. പറഞ്ഞു മനസ്സിലായാ? സൗകര്യം ഇപ്പൊ എന്ത് ചെയ്യണം? വിടട്ടാ. എനിക്ക് വേണം. ആരെ? എന്റെ ചേട്ടൻ. എടാ ഇതുപോലുള്ള പൊന്നെ പോലുള്ള സൗകര്യം കൈ കിട്ടിട്ടാണടാ നീ ഇങ്ങനെ ഈ ഓമൈ ഗോഡിൽ കൊണ്ടുവന്നത്. എടാ ഈ ഓമൈ ഗോഡിൽ കൊണ്ടുവന്നല്ലോ സൗകര്യം. നോക്കിയാണ് ഇത് നിങ്ങളെ ചേട്ട ഒന്നും ചെയ്തിട്ടില്ല. ഈ അനിന്ന് വന്ന ചന്ദ്രനും ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് കൗമുദി ടിവിയുടെ പരിപാടിയാണ്. പ്രാങ്ക് ഷോയാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങളടുത്ത് പറഞ്ഞു ഭയങ്കര സ്നേഹവും ചക്കയില്ല. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.